എന്ന് തീരുമാനിച്ചത്. സോഷ്യൽ മീഡിയയിലൂടെ ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററിനും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ട് എനിക്കും നേരെ ആക്ഷേപങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായി. ആ ആക്ഷേപങ്ങൾ ഉന്നയിച്ചവരുടെ അപക്വമായ വാക്കുകൾക്ക് മറുപടി പറയേണ്ടതില്ല എന്ന് കരുതിയത് കൊണ്ടാണ് ഇത്രയും നാൾ ഞാൻ മിണ്ടാതിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് ഹരീഷ് വാസുദേവനിലേക്കും ഷാജൻ സ്കറിയയിലേക്കും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കുമൊക്കെ പടർന്നു കയറിയതുകൊണ്ട് ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററിനെയും കാസർഗോഡ് നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രസ്ഥാനത്തെയും ധനസഹായം നൽകി ചേർത്ത് പിടിച്ച 100 കണക്കിന് ആളുകളും അതുപോലെ എൻ്റെ അഭ്യുദയകാംക്ഷികളും സർക്കാർ തലത്തിലുള്ള അധികാരികളും ഒക്കെ ഈ വാർത്തകൾ കേട്ട് തെറ്റിദ്ധരിക്കുന്നുണ്ടാവും എന്ന് മനസ്സിലാക്കി ഈ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത്. വീഡിയോ കുറച്ച് നീണ്ടുപോയി കഴിഞ്ഞാൽ എന്നോട് ക്ഷമിക്കണം, മുഴുവനായിട്ട് കാണുകയും വേണം. ദി അക്കാദമി ഓഫ് ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും പുതുവത്സര ദിനങ്ങൾ ആശംസിച്ചുകൊള്ളുന്നു. അധികമാരും സന്തോഷിക്കേണ്ട, പഴയ കലണ്ടർ മാത്രം മാറിയിട്ടുള്ളൂ, ജീവിതം പഴയ പോലെ തന്നെ ആയിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ പഴയ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക, മുഴുവനായി കാണുക. ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മജീഷ്യനായ മുദിനാഥ് മുർദുഗാഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, മാജിക് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ. ആ പ്രോജക്റ്റിനെതിരെയും പിന്നെ അദ്ദേഹത്തിൻ്റെ ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റർ എന്ന് പറഞ്ഞ പ്രോജക്റ്റിൻ്റെ എതിരെയും എന്ന് വെച്ചാൽ അത് നടക്കുന്നതാണ് വിഷയമാണ്. അപ്പോൾ അതിനെതിരെയൊക്കെ ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ ചാനലിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ്, അത് ചിത്ര സിയാർ എന്ന് പറഞ്ഞ ഒരു ലേഡി ഇട്ടിരുന്ന ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റിനെ തുടർന്നിട്ട് നമ്മുടെ സീക്രട്ട് ഏജന്റ് കുറേ കാര്യങ്ങൾ സംസാരിക്കേണ്ടായി. അദ്ദേഹത്തിൻ്റെ ആ പ്രോജക്റ്റിനെ കുറിച്ചിട്ടും അതിൽ വരുന്ന അലിഗേഷൻസിനെ കുറിച്ചിട്ടും എന്തുകൊണ്ട് ഗവൺമെന്റ് അത് നോക്കുന്നില്ല, കാര്യങ്ങൾ ഇതാണെന്നുള്ള ഒരുപാട് ചോദ്യങ്ങളൊക്കെ നമ്മുടെ സീക്രട്ട് ഏജന്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആ ഫേസ്ബുക്കിലെ പോസ്റ്റുകൾ കണ്ടു കഴിഞ്ഞാലോ ആർക്കും ഉണ്ടാകുന്ന സംശയങ്ങൾ തന്നെയാണ് സീക്രട്ട് ഏജന്റിനും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സംശയങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ 100 കോടിയുടെ പ്രോജക്റ്റൊക്കെ ആകുമ്പോൾ ആരിലെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അതിനോട് നിൽക്കുന്ന എക്സിക്യൂട്ടീവ് മെമ്പർമാരും അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരൊക്കെ സംസാരിക്കേണ്ടതാണ്. അപ്പോൾ ഈ മാജിക് പ്ലാന്റിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണെന്ന് വെച്ചാൽ അത് നമ്മുടെ ഗോപിനാഥ് മുർദുഗാഡ് എന്ന് പറയുന്ന മജീഷ്യൻ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് ഇന്ന് ഈ പുതുവത്സര ദിനത്തിൽ എന്താണ് സത്യാവസ്ഥ, ഈ പറഞ്ഞ അലിഗേഷനൊക്കെ സത്യമാണോ, അതിലുള്ള അദ്ദേഹത്തിന്റെ കരുത്ത് അദ്ദേഹം കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. വീഡിയോ കുറച്ച് ലോങ് ആയി പോകുന്നുണ്ടെങ്കിൽ യഥാർത്ഥം ക്ഷമിക്കുക, വീഡിയോ മുഴുവനായി കാണുക. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായി. നമ്മുടെ യൂസഫ് അലി സാർ വന്നിട്ട് ആ ഒരു പ്രോജക്റ്റിന് വേണ്ടി ഒരു 1.5 കോടി അന്ന് ആ സ്റ്റേജിൽ തന്നെ വെച്ച് കൊടുക്കുകയും പിന്നീട് അദ്ദേഹത്തിന്റെ വഹി എഴുതി വെക്കുന്നുണ്ടായിരുന്നു, ഞാൻ മരിച്ചാലും ഞാൻ ജീവിച്ചിരുന്നാലും വർഷം വർഷം എൻ്റെ പേരിൽ 1 കോടി വെച്ചിട്ട് ആ പ്രോജക്റ്റിന് എന്ന് വെച്ചാൽ ആ കുട്ടികൾക്ക് വേണ്ടി ഞാൻ നിയോഗിക്കുകയായിരിക്കും എന്ന് പറയുന്നതൊക്കെ കേട്ടിരുന്നു. അപ്പോൾ അന്ന് ആ വിഷയം കുറച്ചേറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ എൻ്റെ വീഡിയോ ചെന്ന് കാണണം. കാരണം എന്ന് വെച്ചാൽ കാരണം എന്ന് പറയാൻ കാരണം ഈ ഗോപിനാഥ് മുർദുഗാഡ് എന്ന് പറഞ്ഞ മജീഷ്യൻ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റിൽ ഇറങ്ങി ചെന്നതും ഇതുപോലെ കുട്ടികളെ സഹായിക്കാനുണ്ടായ കാരണങ്ങളും അതിനുണ്ടായ സന്ദർഭങ്ങളൊക്കെ എൻ്റെ ആ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പല വീഡിയോയിലെ ക്ലിപ്പുകൾ കട്ട് ചെയ്ത് വെച്ചാണെങ്കിൽ പോലും ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ അത് എനിക്കൊരു സപ്പോർട്ടാവും, അത്ര മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ഈ മജീഷ്യന് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. കുറേ ആരോപണങ്ങൾ വന്നപ്പോൾ ഈ ആരോപണങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് അദ്ദേഹം പറയുന്നത്. വീഡിയോ ലോങ് ആയി പോയി കഴിഞ്ഞാൽ യഥാർത്ഥം ക്ഷമിക്കുക, വീഡിയോ മുഴുവനായി കാണുക. ദി അക്കാദമി ഓഫ് മാജിക്കൽ സയൻസസ് എന്നതൊരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. 1996 ഇത് തിരുവിതാംകൂർ കൊച്ചി കൾച്ചറൽ സയൻറ്റിഫിക് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തത്. അന്ന് മുതൽ എല്ലാ വർഷവും മുടക്കം കൂടാതെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം കൃത്യമായി ടാക്സ് റിട്ടേൺ സമർപ്പിക്കുകയും കണക്കുകൾ കൃത്യമായിട്ട് സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് 12A, ATG, വിദേശത്തു നിന്നും സംഭാവനകൾ സ്വീകരിക്കാൻ അനുമതി നൽകിക്കൊണ്ടുള്ള FCRA തുടങ്ങിയ അനുമതികൾ കിട്ടിയ ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ഇത്. കൂടാതെ CSR ഫണ്ട് സ്വീകരിക്കാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതിയും ഈ സൊസൈറ്റിക്കുണ്ട്. മാജിക് എന്ന കല സംഗീത നാടക അക്കാദമിയുടെ പരിധിയിൽ വരുന്നതുകൊണ്ടും അത് സാംസ്കാരിക വകുപ്പിന് കീഴിലായതുകൊണ്ടും ആദ്യകാലം മുതൽ തന്നെ സാംസ്കാരിക വകുപ്പിൻ്റെ ഗ്രാൻറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ അപേക്ഷ സമർപ്പിക്കാറുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം നിരസിക്കുകയായിരുന്നു. കിൻഫ്ര ഫിലിം വീഡിയോ പാർക്കിൽ 2014 സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന കലാകാരന്മാർക്ക് മാന്യമായൊരു ജീവിതം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ മാജിക് പ്ലാനറ്റ് നിലവിൽ വന്ന ശേഷവും വർഷങ്ങൾ കഴിഞ്ഞാണ് കുറേശ്ശെയായിട്ട് ഗ്രാൻറ്റ് ലഭിച്ചു തുടങ്ങിയത്. 6 കൊല്ലം മുമ്പ് മുതലാണ് ബജറ്റിൽ തുക വകയിരുത്തി തുടങ്ങിയത്. ഓരോ വർഷവും കിട്ടിയ തുകയ്ക്ക് കൃത്യമായ ഓഡിറ്റ് റിപ്പോർട്ട് സാംസ്കാരിക വകുപ്പിൽ സമർപ്പിക്കുകയും അത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അടുത്ത ബജറ്റിൽ തുക അനുവദിക്കുകയും ചെയ്യായിരുന്നു. ഈ ബജറ്റിൽ അനുവദിക്കുന്ന തുക നേടിയെടുക്കാൻ കടന്നു പോകേണ്ട നൂലാമാലകൾ ചെറുതല്ല എന്ന് എല്ലാവർക്കും അറിയാം. എത്രയോ ഉദ്യോഗസ്ഥർക്കും ഗവൺമെൻറ്റിനും അത് കൃത്യമായി ബോധ്യപ്പെട്ടാലേ പ്രഖ്യാപിച്ചാലും തുക അനുവദിക്കൂ എന്നും നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച 75 ലക്ഷം രൂപയിൽ 18,75,000 രൂപ അനുവദിച്ച് കിട്ടിയെങ്കിലും സാങ്കേതികമായ കാരണങ്ങളാൽ ട്രഷറി അക്കൗണ്ടിൽ നിന്ന് അത് ഇതുവരെ എടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. സർക്കാർ ഗ്രാൻഡ് സംബന്ധമായ എല്ലാ ഓഡിറ്റ് റിപ്പോർട്ടുകളും സാമ്പത്തിക രേഖകളും ഉത്തരവാദിപ്പെട്ട ആർക്കും എപ്പോഴും പരിശോധിക്കാവുന്ന രീതിയിൽ ഇവിടെയുണ്ട്.
ഇത് ഏത് രീതിയിലാണ് സർക്കാരിൻ്റെ നിന്ന് പണം കിട്ടുന്നതെന്നും പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, ഇതിലേക്ക് ഒരുപാട് സംഭാവനകൾ വരുന്നുണ്ട് വിദേശങ്ങളിൽ നിന്നും സ്വദേശങ്ങളിൽ നിന്നും പല ബിസിനസ്സുകാരൊക്കെ ഇതിന് സംഭാവന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആ എമൗണ്ടൊക്കെ ഓഡിറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത്രയും കോടികളുടെ ഒക്കെ ഒരു ബിസിനസ് കാര്യങ്ങളും പ്രോജക്റ്റൊക്കെ ആകുമ്പോൾ അതിൽ വരുന്ന എമൗണ്ടൊക്കെ ഓഡിറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിൽ തന്നെ ഓർക്കണം, നമ്മുടെ നാട്ടിലെ ഇൻകം ടാക്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു രൂപ വന്നാൽ പോലും എങ്ങനെ ഇഷ്കാം എന്ന് നോക്കുന്ന ടീമാണ്. അപ്പോൾ ഇത്രയും വലിയ എമൗണ്ടൊക്കെ വരുമ്പോൾ അവർ ഓഡിറ്റ് ചെയ്യാണ്ടിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഓഡിറ്റ് ചെയ്യുന്നുണ്ടെന്നും അത് നിങ്ങൾക്ക് ആരാണ് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്കൊക്കെ വന്ന് അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ട് വരാം. അതൊക്കെ ഓപ്പൺ ആയിട്ടേക്കാണ് എന്നാണ് പറയുന്നത്. പിന്നെ മറ്റൊരു ആരോപണമായിരുന്നു ഭിന്നശേഷിക്കാർക്ക് വരെ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ മുടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ കാശുകൾ ഉണ്ടായിട്ട് പോലും ഇങ്ങനെയുള്ള ഇയാളുടെ 200-300 പേർക്ക് മാത്രം സഹായിക്കാൻ വേണ്ടി എന്തിനാണ് ഗവൺമെന്റ് ഇങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ള ചോദ്യങ്ങൾക്കും ഇദ്ദേഹം കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുക്കുന്നുണ്ട്. ഈ ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷന്റെ കാര്യമോ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാർക്കുള്ള സർക്കാർ കൊടുക്കുന്ന സേവനങ്ങളൊന്നും ഇദ്ദേഹത്തിന് ലഭിക്കുന്നില്ല എന്നതും, അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന പണം അല്ലെങ്കിൽ ആൾക്കാർ സഹായങ്ങളൊന്നും ഇദ്ദേഹം ഏൽക്കുന്നില്ല. ഇദ്ദേഹം അതൊന്നും ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ഇദ്ദേഹത്തിന്റെ ഭാര്യക്കും മക്കൾക്ക് തിന്നാൻ വേണ്ടിയോ ഇദ്ദേഹം അത് ഉപയോഗിക്കുന്നില്ല. പകരം കയ്യിലുള്ളത് കൂടി ഇതിന് വേണ്ടിയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നതെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതുകൂടി ഒന്ന് കേട്ടു നോക്കാം. ഭിന്നശേഷിക്കാർക്ക് അർഹതപ്പെട്ട പെൻഷൻ പോലും മുടങ്ങി പോകുമ്പോൾ സാമൂഹ്യനീതി വകുപ്പ് എങ്ങനെ ഇങ്ങനെ ഒരു സ്ഥാപനത്തിന് മാത്രമായി ഈ തുക അനുവദിച്ചു എന്നതാണ് ചോദിക്കുന്നത്. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ചുരുക്കി പറയാം. ഡോക്ടർ മുഹമ്മദ് അഷീൽ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്ന കാലത്താണ് ഒരു പ്രത്യേക സാഹചര്യത്തിൻ്റെ, അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല, പ്രത്യേക സാഹചര്യത്തിൻ്റെ തുടർച്ചയായിട്ട് ഭിന്നശേഷിയുള്ള കുട്ടികളെ മാജിക് പഠിപ്പിച്ച് അവരെ സ്വയം പര്യാപ്തരാക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞ് ഞാൻ സമീപിച്ചത്. അന്ന് മന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറുടെ അനുമതിയോടുകൂടി മാജിക് അക്കാദമി ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. സാമൂഹ്യനീതി വകുപ്പ് ആ മക്കളുടെ അരങ്ങേറ്റത്തോടൊപ്പം അനുയാത്ര ക്യാമ്പയിൻ്റെ അംബാസഡർമാരായിട്ട് ഈ കുട്ടികളെ പ്രഖ്യാപിച്ചു. അവിടെ അവസാനിപ്പിക്കാമായിരുന്ന ആ മാജിക് പഠനം ആ കുട്ടികളിൽ ചിലർക്കെങ്കിലും ജോലി നൽകണം എന്ന ലക്ഷ്യത്തോടെ മാജിക് പ്ലാനറ്റിൽ ഒരു എംപവർ സെൻറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാമൂഹ്യ സുരക്ഷാ മിഷനും കിൻഫ്രയും മാജിക് അക്കാദമിയും ചേർന്ന് ഒരു ട്രൈ പാർട്ടി എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയും KSSMൻ്റെ ഇന്നൊവേഷൻ ഫണ്ടിൽ നിന്ന് ഒരു ചെറിയ തുകയെടുത്ത് 2017 കുട്ടികൾക്ക് പെർഫോമേഴ്സായി ജോലി ചെയ്യാനുള്ള ഒരു സ്ഥലം ഇവിടെ ഉണ്ടാക്കി തരികയും ചെയ്തു. അവിടെയാണ് ഈ മേഖലയിലേക്കുള്ള എൻ്റെ യാത്ര തുടങ്ങുന്നത്. പിന്നീട് ഏകദേശം 25 കോടിയോളം മുടക്കി ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററും ഇവിടെയുള്ള യൂണിവേഴ്സൽ എംപവർമെൻറ്റ് സെൻറ്ററും ഒക്കെ ഉണ്ടാക്കിയെങ്കിലും സാമൂഹ്യനീതി വകുപ്പിൽ നിന്ന് ഒരു രൂപ പോലും ആവശ്യപ്പെട്ടിട്ടില്ല, അനുവദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഇങ്ങനെയൊരു സ്ഥാപനം ഉള്ളതിൻ്റെ പേരിൽ ഭിന്നശേഷിക്കാർക്കുള്ള ഒരു ആനുകൂല്യവും ഈ സെൻറ്റർ കൈപ്പറ്റുന്നില്ല എന്നതാണ്. ഇനി എനിക്ക് ഏറെ വിഷമമുണ്ടാക്കിയ കാര്യം, ഞാൻ ഈ ചാരിറ്റബിൾ സൊസൈറ്റിയിൽ നിന്ന് സാമ്പത്തിക അഴിമതി നടത്തുന്നു എന്ന് ചിലർ പ്രചരിപ്പിക്കുന്നതാണ്. ഞാൻ ഒരു രൂപയെങ്കിലും ഈ ചാരിറ്റബിൾ സൊസൈറ്റിയിൽ നിന്ന് കഴിഞ്ഞ 27 കൊല്ലത്തിനിടയ്ക്ക് പേഴ്സണൽ ആവശ്യത്തിനായി എടുത്തിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുന്നു. 27 വർഷമായി ഞാൻ ഈ സ്ഥാപനത്തിന് അമരത്തിരിക്കുന്നുണ്ട്. ഇതുവരെ ഒരു രൂപ പോലും ഞാൻ ശമ്പളം കൈപ്പറ്റിയിട്ടില്ല. മാജിക് പ്ലാനറ്റിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ സാമ്പത്തിക പിരിമുറുക്കത്തിൽപ്പെട്ട് വീട് പോലും വിൽക്കേണ്ട സാഹചര്യം ഉണ്ടായവനാണ് ഞാനും എൻ്റെ കുടുംബവും. ആ പണം മുഴുവൻ ഞാൻ കൊടുത്തത് ഈ സൊസൈറ്റിയിലേക്കാണ്. മാജിക് ഷോ നടത്തിയിരുന്ന കാലത്ത് കിട്ടിയ പണം മുഴുവൻ ഒഴുക്കിയത് ഈ സൊസൈറ്റിയിലേക്കാണ്. ഇന്ന് ഞങ്ങൾ താമസിക്കുന്നത് ഒരു ചെറിയ ഫ്ലാറ്റിലാണ്. ഒരു 30 സെൻറ്റ് സ്ഥലം എൻ്റെ പേരിലുണ്ടായിരുന്നത് ഈ സൊസൈറ്റിയുടെ പേരിൽ എഴുതി കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കൊടുത്ത് അവിടെ 16 വീടുകളുണ്ടാക്കി. ഇന്നവിടെ താമസിക്കുന്നത് ഇവിടുത്തെ കുട്ടികളുടെ കുടുംബവും ആർട്ടിസ്റ്റുകളുമാണ്. ഒരു രൂപ പോലും അതിൻ്റെ പേരിൽ ആരിൽ നിന്നും ഇതുവരെ ഈടാക്കിയിട്ടില്ല. ഇനി എൻ്റെ ഭാര്യയുടെ പേരിലുള്ള 14 സെൻറ്റ് ഭൂമിയും ഈ സൊസൈറ്റിയുടെ പേരിൽ എഴുതി വാങ്ങി അവിടെ വീട് പണി പൂർത്തിയാക്കിയിട്ട് വരികയാണിപ്പോൾ. ഇതെല്ലാം കൈവശമുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. കേട്ടില്ലേ, അദ്ദേഹത്തിൻ്റെ ഉള്ള തെളിവും കാര്യങ്ങളും മുൻനിർത്തിയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളതും അദ്ദേഹം അധ്വാനിച്ചിട്ടുള്ളതും അദ്ദേഹം ജീവിതം എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം എത്രത്തോളം കഷ്ടപ്പെട്ട് അത്രത്തോളം ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്ന കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന പണങ്ങൾ പോലും സ്വന്തം കുടുംബത്തിലെ സ്വന്തം മക്കൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് മാത്രമല്ലാതെ അതിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഒരു 80% അല്ലെങ്കിൽ അതിന് മേലെ ആ ഒരു പ്രോജക്റ്റിന് വേണ്ടി അല്ലെങ്കിൽ ഈ പറയുന്ന ഭിന്നശേഷിക്കാരിലുള്ള കലകളെ മ്യൂസിക് ആർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കലാസാഹിത്യമായിട്ട് ഈ കുട്ടികളിലുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനും പിന്നെ അതേപോലെ തന്നെ അവരുടെ മാതാപിതാക്കൾ ഇതിൽ നിൽക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളെ പോലും ഇദ്ദേഹം നോക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പിന്നെ അവർക്കുള്ള ബിസിനസ് കാര്യങ്ങൾക്ക് അവരുടെ ബിസിനസ് അവർ ചെയ്യാനുള്ള ബിസിനസ്സിനുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പണം പോലും ഇദ്ദേഹമോ അല്ലെങ്കിൽ ആ ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നില്ല. പകരം അതൊക്കെ അവർക്ക് തന്നെ ഉള്ളതാണ്. കാരണം ആരാണോ ഇതുപോലെ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർക്ക് ഉണ്ടാക്കുന്നത് അത് അവർക്ക് തന്നെ കൊടുക്കുന്നു. അപ്പം ഇത്രത്തോളം കഷ്ടപ്പെട്ട് സ്വന്തം സമ്പാദ്യം മൊത്തമായിട്ട് പോലും അതിനുവേണ്ടി ഉപയോഗിച്ചിട്ട് പോലും ഇദ്ദേഹത്തിന് വീണ്ടും കേൾക്കാൻ കഴിയുന്നത് ഈ ആരോപണങ്ങളും കാര്യങ്ങളും മാത്രമാണ്. അങ്ങനെ ആർക്കാണെങ്കിലും ഒരു മടുപ്പുണ്ടാകും. കാരണം മടുപ്പെന്ന് വെച്ചാൽ ഒരാളൊരു ഇഷ്ടം കൊണ്ട് തനിക്കൊരു സമയത്തുണ്ടായിരുന്ന തൻ്റെ വലിയ വലിയ ചിന്തകളും അല്ലെങ്കിൽ സമ്പാദിക്കണം എന്നുള്ള മോഹങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുന്നു അല്ലെങ്കിൽ മറ്റു ചിലർക്ക് വേണ്ടി ജീവിക്കുന്ന സമയത്ത് അതുപോലെ മനസ്സിലാക്കാതെ അതിനെതിരെ ആരോപണങ്ങൾ. ഇപ്പം ഇദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ആരോപണങ്ങളൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ഇതൊക്കെ അടുത്ത് നിർത്തി കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഈ പറയുന്നുണ്ടല്ല 300 കുട്ടികളല്ല നോക്കുന്നുള്ളൂ ബാക്കിയുള്ളവരുന്ന് ഈ 300 കുട്ടികൾക്ക് പോലും ഈ കിട്ടേണ്ട സഹായങ്ങൾ കിട്ടാണ്ടാവും. മനസ്സിലായില്ലേ?
ഇയാൾ കട്ടുമുടിപ്പിച്ചു, മോഷ്ടിച്ചു, ഇയാൾ സമ്പാദിക്കുന്നു, ഇയാൾ ഇത് കൊണ്ടുപോകുന്നു, ഇയാളെ കുടുംബം നോക്കുന്നു എന്നൊക്കെ പറയുന്നവരോട് ഒറ്റ കാര്യം പറയുന്നുള്ളൂ. ഇങ്ങനെയൊക്കെ പറയുന്ന നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇയാൾ ഇതൊക്കെ ചെയ്യണ്ടെങ്കിൽ പോലും ഇയാൾ മൂലം ഒരുപാട് കുട്ടികൾ ഇന്ന് സമൂഹത്തിൽ അറിയപ്പെടുന്ന രീതിയിൽ വളരുന്നുണ്ട്. ഇന്ന് ഇയാൾ മൂലം ഒരുപാട് കുട്ടികൾ അവരെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നുണ്ട്. ഇയാൾ മൂലം ഒരുപാട് ഈ ഭിന്നശേഷിക്കാരെന്ന് മാത്രമല്ല, അങ്ങനെയൊന്നും പറയാൻ പാടില്ല, കഴിവുള്ള കുട്ടികൾ എന്ന് വെച്ചാൽ ആരോഗ്യപരമായിട്ട് പ്രോബ്ലം ഉണ്ടായിട്ട് പോലും ഉള്ളിലെ കഴിവുകളെ ഇദ്ദേഹം പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവന്നിട്ട് അവർക്ക് നോർമലി അവർ സമൂഹം കാണുന്ന രീതിയിൽ നിന്ന് അവരെ മാറ്റി ചിന്തിച്ചിട്ട് പകരം അവരെ കൊണ്ട് അധ്വാനിച്ച് അവരെ കഴിവുകൾ കൊണ്ട് അവർ ഇന്ന് എന്നാൽ 9 ലക്ഷം വരെ അവർ സമ്പാദിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഓരോ കുട്ടികളും. എത്ര കട്ടുപിടിപ്പിച്ചാലും ഇദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ടും പിന്നെ ഇദ്ദേഹം ഇങ്ങനെ ഒരു പ്രോജക്റ്റിന് വേണ്ടി ഇറങ്ങിയത് കൊണ്ടാണെന്നൊന്നും മനസ്സിലാക്കുന്നില്ല ആരും. ഇത് ഈ പറയുന്ന ഇപ്പൊ ഇദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം ഇറക്കിയ ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്. അവർക്ക് അവരുടെ ഒരു പേഴ്സണൽ വിഷയത്തെ ഉൾപ്പെടുത്തിയിട്ടാണ് അവർ വിചാരിച്ച പോലെ നടക്കാത്തതുകൊണ്ടാണ് അവർ ഇത്രയും ആരോപണങ്ങൾ ഇറക്കി വന്നതെന്നൊക്കെ പറയുന്നുണ്ട് ഇദ്ദേഹം. ഇനി ഇദ്ദേഹം കുറച്ചും കൂടി പറയേണ്ടത് അതുകൊണ്ട് കേട്ടോക്ക്. ഒരു മോട്ടിവേഷൻ പരിപാടിക്ക് ഇപ്പോൾ പോകുന്ന സമയത്ത് സംഘാടകർ എനിക്ക് തരാറുള്ള പണം പോലും, ഏതെങ്കിലും അവാർഡുകളുടെ ഭാഗമായിട്ടുള്ള സമ്മാനത്തുക പോലും ഈ സൊസൈറ്റിയിലേക്ക് കൊടുത്തോളൂ എന്നാണ് ഞാൻ പറയാറുള്ളത്. ജാലവിദ്യാ പരിപാടി നടത്തിയിരുന്ന കാലത്ത് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലുള്ള സുഹൃത്ത് ബന്ധങ്ങളിലൂടെ തീർച്ചയായിട്ടും ഒരുപാട് പേര് ഈ പ്രസ്ഥാനത്തിലേക്ക് സംഭാവന നൽകുന്നുണ്ട്. അതിനെല്ലാം കൃത്യമായിട്ട് റെസീറ്റ് കൊടുക്കുന്നു, കൃത്യമായി ഓഡിറ്റ് ചെയ്യുന്നു. ഇനിയിപ്പോൾ ഈ മാജിക് പ്ലാനറ്റിലേക്ക് വരുന്ന ആളുകൾക്ക് താല്പര്യമുള്ള പക്ഷം ഡൊണേഷൻ കൊടുക്കാനായിട്ട് ഇവിടെ തന്നെ പ്രത്യേക കൗണ്ടറുണ്ട്. അവിടെയും പണമായിട്ട് സ്വീകരിക്കുകയില്ല എന്നും എല്ലാം അക്കൗണ്ട് വഴിയേ പേ ചെയ്യാവൂ എന്നും എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ മാത്രമേ ചെയ്യാറുള്ളൂ. അതിനുള്ള റെസീറ്റ് ആ നിമിഷം തന്നെ അവിടെ വെച്ച് തന്നെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയൊരു ആരോപണം, ഇവിടെ കാര്യമായ പ്രശ്നങ്ങളുള്ള കുട്ടികൾ ഇല്ല എന്നും ഓട്ടിസം ബാധിച്ചവർ ഇല്ല എന്നും ഉള്ളവർക്കൊരു മാറ്റവും ഉണ്ടാവുന്നില്ല എന്നതുമാണ്. അതോടൊപ്പം ഞാൻ കുട്ടികളെ തട്ടിമാറ്റുന്നു എന്നതാണ്. ഇതിനുള്ള മറുപടി പറയേണ്ടത് ഞാനല്ല, ഇത് സാക്ഷ്യപ്പെടുത്തേണ്ടത് ഇവിടെയുള്ള കുട്ടികളുടെ മാതാപിതാക്കളാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ ഇവിടെ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് ഒരുപാട് മാറ്റം വന്നതായിട്ടാണ് എനിക്കും ഇവിടുത്തെ അധ്യാപകർക്കും ഡോക്ടേഴ്സിനും തെറാപ്പിസ്റ്റുകൾക്കും കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ളത്. അസസ്മെൻറ്റ് റിപ്പോർട്ടിലൂടെ ഗവൺമെൻറ് ഏജൻസികളായിട്ടുള്ള ഐക്കോൺസും ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററും ആ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ഇവിടെ കുട്ടികളുടെ മാതാപിതാക്കൾ സമർപ്പിച്ച ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് പ്രകാരം ഓട്ടിസം, സെറിബ്രൽ പാൾസി, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, വിഷ്വലി ഇമ്പയർഡ്, ഹിയറിംഗ് ഇമ്പയർഡ് തുടങ്ങി പലവിധ ഡിസബിലിറ്റികളുള്ള കുട്ടികളും ഇവിടെയുണ്ട്. എല്ലാ കുട്ടികൾക്കും പ്രവേശനം നൽകാത്തത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യവും ഉന്നയിക്കപ്പെടുന്നുണ്ട്. നോക്കൂ, ഇത് ഡിഫറൻറ്റ് ആർട്ട് സെൻ്ററാണ് എന്ന് മനസ്സിലാക്കുക. കലാപരമായി കുട്ടികളെ പരിശീലിപ്പിക്കുകയും അവരെ സ്വയം പര്യാപ്തരാക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ദേശം. അല്ലാതെ ഭിന്നശേഷി മേഖലയിലെ മുഴുവൻ പ്രശ്നങ്ങളും ഏറ്റെടുക്കാമെന്ന് നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല. ഇത് ഭിന്നശേഷിക്കാർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു സ്കൂളല്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ സാധാരണ സ്പെഷ്യൽ സ്കൂളുകൾക്ക് അവകാശപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പിൻ്റെയോ സാമൂഹ്യനീതി വകുപ്പിൻ്റെയോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ DDRSൻ്റെയോ ഗ്രാൻഡ് ഈ സ്ഥാപനം ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. സാധാരണ ഭിന്നശേഷിക്കാർ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കാറുള്ള ഗ്രാൻറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നാണ് ബോധ്യപ്പെടേണ്ടത്. ഇനി ഇതുകൂടി മനസ്സിലാക്കുക, ഇവിടുത്തെ കുട്ടികളുടെ ഏതെങ്കിലും കുടുംബത്തിൽ നിന്ന് ഇതുവരെ 1 രൂപ പോലും ഫീസായോ മറ്റേതെങ്കിലും പേരിലോ വാങ്ങിയിട്ടില്ല. കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഇവിടുത്തെ മുഴുവൻ സ്റ്റാഫിനും സൗജന്യമായിട്ടാണ് ഇവിടുന്ന് ഭക്ഷണം കൊടുക്കുന്നത്. എല്ലാ കുട്ടികൾക്കും എല്ലാ മാസവും അവരുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് ഒരു തുക സ്റ്റൈപ്പൻഡായി മുടങ്ങാതെ കൊടുക്കുന്നുണ്ട്. മുഴുവൻ യൂണിഫോമും വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അവർക്ക് വന്നു പോകാനായി വാഹനങ്ങൾ സൗജന്യമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ തെറാപ്പി കൊടുക്കാൻ വേണ്ടിയിട്ട് RCI അംഗീകാരമുള്ള ഉഗ്രൻ തെറാപ്പിസ്റ്റുകൾ ഇവിടെയുണ്ട്. ഇതും തികച്ചും സൗജന്യമാണ്. പുറത്തുനിന്ന് വരുന്നവർക്കും സൗജന്യമായിട്ട് തെറാപ്പി കൊടുക്കുന്നുണ്ട്. ഇവിടെയുള്ള കുട്ടികൾക്കോ കുടുംബങ്ങൾക്കോ മാത്രമല്ല, പുറത്തുള്ള ഭിന്നശേഷി സ്ഥാപനങ്ങൾക്കും കുടുംബങ്ങൾക്കും ഈ ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റർ സഹായം നൽകുന്നത് ഒരുപക്ഷേ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇനി മാതാപിതാക്കളിലേക്ക് വന്നാൽ, കുട്ടികളുടെ മാതാപിതാക്കളെ സഹായിക്കാനായിട്ട് കരിസ്മ എന്ന പേരിലൊരു അവർ തന്നെ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്ത്, ഈ കരിഷ്മ എന്ന് പറഞ്ഞാൽ അവർ തന്നെ അവരുടെ ഒരു ഇത് ചെയ്തിട്ട് ടൈപ്പായാലും ബാക്കിയുള്ള ചെറിയ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർ അതിൽ നിന്നുണ്ടാക്കുന്ന പണങ്ങളൊക്കെ അവർക്ക് തന്നെ അങ്ങനെയാണ്. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ എല്ലാ ഭിന്നശേഷിക്കാർക്കും കിട്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എല്ലാ ഭിന്നശേഷിക്കാരെ ഇവർ സഹായിക്കുന്നില്ല, എല്ലാ ഓട്ടിസം ബാധിച്ച കുട്ടികളെ ഇവർ സഹായിക്കുന്നില്ല എന്ന് പറയുന്നതിനൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഉത്തരമാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇത് ഓട്ടിസം ബാധിച്ചവർക്കും എല്ലാ ഭിന്നശേഷിക്കാർക്കുള്ള ഒരു സ്ഥലമല്ല, ഇത് ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റർ എന്നാണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന എന്തെങ്കിലും ഒക്കെ തരത്തിലുള്ള വൈകല്യങ്ങളുള്ളവർ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികൾക്കൊക്കെ അവരിലുള്ള കഴിവിനെ അവരിലുള്ള കലയെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരികയും അതുമൂലം അവരെ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരികയും അതുമൂലം അവരെന്തെങ്കിലും സമ്പാദിക്കണം അത് അവർക്ക് വേണ്ടി ചെലവഴിക്കുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റാണ് നടക്കുന്നത്. അതൊന്നും മനസ്സിലാക്കാതെയാണ് ഈ പറയുന്ന ആൾക്കാർ ഇത്രത്തോളം ആരോപണങ്ങൾ നടക്കുന്നത്. അദ്ദേഹത്തിന്റെ സമ്പാദ്യവും അദ്ദേഹം പ്രോഗ്രാം ചെയ്ത് അദ്ദേഹത്തിന് ഉണ്ടാക്കുന്ന സമ്പാദ്യം ഇതൊക്കെ അദ്ദേഹം അതിൽ ഉപയോഗിച്ചിട്ടും അല്ലെങ്കിൽ അതൊക്കെ അതിൽ യൂസ് ചെയ്തിട്ടും അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് മുന്നിൽ നിൽക്കേണ്ടി വരുമ്പോഴും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുമ്പോഴും
സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഒരു മടുപ്പ് വരും. ഒരു സന്തോഷത്തോടെ ഒരു തൃപ്തിയോട് കൂടി ചെയ്യുന്ന കാര്യമാണ്. അതിന് ഇത്രത്തോളം ശരിയാണ്. ഇനി ഈ പറയുന്ന ഏതെങ്കിലുമൊക്കെ അലിഗേഷൻ ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്ന ഇത്രത്തോളം കുട്ടികൾ ഇദ്ദേഹം മുൻനിരയിൽ കൊണ്ടുവരുന്നുണ്ട്. അത്രയും കുട്ടികളുടെ വീട്ടുകാരെ ഫാമിലിയെ ഇദ്ദേഹം മുന്നിൽ കൊണ്ടുവരുന്നുണ്ട്. അവർക്ക് ചെയ്യേണ്ട സഹായങ്ങൾ, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇന്ന് ഈ കൈയിട്ട് വരുന്നവരും ഈ നാടിനെ മുടിപ്പിക്കുന്നവർ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യാതെ മുടിപ്പിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ എന്തെങ്കിലും ചെയ്തിട്ട് മുടിപ്പിക്കണ്ടെങ്കിൽ പോലും. ഇപ്പം 10 രൂപ കിട്ടുന്നതല്ലേ 8 രൂപ മോഷ്ടിച്ചാൽ പോലും 2 രൂപ ഉപകാരം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ 10 രൂപ മോഷ്ടിക്കുന്നതിനേക്കാളും നല്ലതല്ലേ? ഒന്ന് കൊടുത്താൽ മതി, അത്രയും ചിന്തിച്ചാൽ മതി. അല്ലാതെ ഇദ്ദേഹം ഇത്രത്തോളം അലിഗേഷൻ പറയണം. ഓക്കെ, ഇത്ര അലിഗേഷൻ ഉണ്ടെങ്കിൽ പോലും ഒരാൾക്ക് തന്നെ ഉപകാരം കിട്ടണ്ടെന്ന് നോക്കിയാൽ മതി. ഇതിലേറെ അലിഗേഷൻ ചെയ്യുന്നവർ ഒരാൾക്ക് ഉപകാരം ചെയ്യാണ്ടിരിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇത്രത്തോളം അലിഗേഷൻ ഉണ്ടെങ്കിൽ പോലും ഇദ്ദേഹം മൂലം ഒരാളെങ്കിലും ഉപകാരത്തിൽ പെടുന്നുണ്ട്, ഒരാൾക്കെങ്കിലും ഉപകാരത്തിൽ പെടുന്നുണ്ട്, ആ ഒരാളെങ്കിലും നല്ല നിലയിൽ പോകുന്നുണ്ടെങ്കിൽ അതിന് എന്തിനാ കുറവ് പറയുന്നത്? അത്ര ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ഇദ്ദേഹം പറയുന്നുണ്ട് മറ്റുള്ളവർക്ക് കിട്ടുന്ന സഹായങ്ങളല്ല, മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന സഹായങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ വൈകല്യമുള്ളവരോ അല്ലെങ്കിൽ ഇതുപോലെ ഡിഫറൻറ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികൾക്കൊക്കെ കിട്ടുന്ന സഹായങ്ങളൊന്നും ഇദ്ദേഹം കൈവരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആ സ്ഥാപനങ്ങളിൽ കിട്ടുന്നില്ല. അപ്പോൾ അതുമൂലം ആർക്കും ഒരു തരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാകുന്നില്ല. ഒരു കുട്ടികൾക്കും അവർക്ക് കിട്ടേണ്ട സഹായങ്ങളോ സേവനങ്ങൾ സർക്കാരിൽ നിന്നും ഈ ഒരു പ്രോഗ്രാം മൂലം അല്ലെങ്കിൽ ഇദ്ദേഹം മൂലമോ ഇദ്ദേഹം നടത്തുന്ന സ്ഥാപനങ്ങൾ മൂലമോ ഒരാൾക്കൊരു പ്രശ്നമില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ എന്തെങ്കിലും അലിഗേഷൻ ഉണ്ടെങ്കിലും പകരം ഒരു ഇപ്പം ആ വന്ന ഞാൻ പറഞ്ഞല്ലോ അലിഗേഷൻ പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അതിൽ വന്ന ഈ 300 കുട്ടികൾ 150 കുട്ടികൾ മാത്രം ഇപ്പോൾ ഉണ്ടല്ലേ, 150 ഫാമിലി മാത്രം ഇപ്പോൾ ഉള്ളെങ്കിലും ഈ 150 ഫാമിലിക്ക് അതിൻ്റെ ഉപകാരം കിട്ടുന്നില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈ 150 ഫാമിലി ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഉപകാരം അവർക്ക് ഉള്ളതുകൊണ്ടല്ലേ. ഇനി ഇദ്ദേഹം അവസാനമായിട്ട് പറയുന്നുണ്ട് ഇത്രത്തോളം അലിഗേഷൻ എന്നെ കുറിച്ചുണ്ട്, ഇപ്പം ഞാൻ നടത്തുന്നത് ഇഷ്ടമാവുന്നു, ഞാൻ ഇറങ്ങിപ്പോയിക്കൊണ്ട് അതിന് പറ്റിയ ആരെങ്കിലും നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പോര്, അതിന് കുഴപ്പമില്ലെന്ന് അദ്ദേഹം പറയുന്നത്. അത് ഒരു ആഗ്രഹത്തിന് മാത്രമല്ല, ഒരു സമയത്തുണ്ടായിരുന്ന ഒരു ചിന്തകൾ മൂലം ഒരു ജ്ഞാനം മൂലം അദ്ദേഹം തുടങ്ങിയ ഒരു പരിപാടിയാണ്. അതുമൂലം ഒരുപാട് പേർക്ക് ഉപകാരം ഉണ്ടാവേണ്ട അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയതും ഉണ്ടാക്കാൻ പോകുന്നതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതൊക്കെ അതിലേക്ക് നിക്ഷേപിച്ചിട്ട് അദ്ദേഹം തുടങ്ങിയ പ്രോഗ്രാമിൽ നിന്ന് ഇത്രത്തോളം അലിഗേഷൻസ് വന്നിട്ട് അദ്ദേഹം ഇറങ്ങി പോകാം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇറങ്ങി പോകുന്നു എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം എത്രത്തോളം വിഷമം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടെന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട്. അതും കൂടി ഒന്ന് കേട്ടോക്കാം. പ്രാണവായുവായ മാജിക്കിനെ പോലും ഉപേക്ഷിച്ച് ഈ മേഖലയിലേക്ക് കടന്നു വന്നവനാണ് ഞാൻ. പണമുണ്ടാക്കാനാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ ആ പ്രൊഫഷൻ മാത്രം കൊണ്ടു നടന്നാൽ മതിയായിരുന്നു. ഇന്നും മാജിക് ഷോ നന്നായി കൊണ്ടു നടക്കാനുള്ള കഴിവിനോ ഭാവനാശേഷിക്കോ എനിക്കൊരു കുറവും വന്നിട്ടില്ല. സമ്പന്നമായിട്ട് ജീവിക്കാമായിരുന്നു. ആരും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കില്ലായിരുന്നു. 1994 മുതൽ ഞാൻ വ്യക്തിപരമായി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ട്. എല്ലാം കൃത്യമാണെങ്കിൽ കോടീശ്വരനായിട്ട് ജീവിക്കാൻ നമ്മുടെ രാജ്യത്ത് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഇനിയുള്ള ജീവിതം ഇവർക്കായി സമർപ്പിക്കണമെന്ന് ഒരു നിമിഷം തോന്നിപ്പോയി. മാജിക് ഉപേക്ഷിച്ചതും ഒരമ്മ പറഞ്ഞ വാക്കുകൾ കേട്ട് മനസ്സ് മാറിയതും ഇതിനൊക്കെയായിരുന്നോ എന്ന് ഇന്നെനിക്ക് തോന്നുന്നുണ്ട്. ആരോപണങ്ങളിൽ ഉന്നയിച്ചതുപോലെ ഇയാൾക്ക് ഓട്ടിസത്തെക്കുറിച്ച് എന്തറിയാം എന്ന് ചോദിക്കുന്നവരുടെ ഈ കേരളത്തിൽ ഇതൊന്നും ആർക്കും ആവശ്യമുണ്ടായിരുന്നില്ല എന്നും തോന്നുന്നുണ്ട്. പല രാജ്യങ്ങളിലും യാത്ര ചെയ്ത് പലരുടെയും കാല് പിടിച്ച് ആ രാജ്യങ്ങൾ ചെയ്യുന്ന മഹത്തായ കാര്യങ്ങളെ നമ്മുടെ നാട്ടിൽ നടപ്പാക്കണമെന്നും വ്യത്യസ്തമായ ഒരു ഭിന്നശേഷി സംസ്കാരം രൂപപ്പെടുത്തണമെന്നും ആഗ്രഹിക്കേണ്ടിയിരുന്നില്ല എന്നിപ്പോൾ തോന്നുന്നുണ്ട്. പണ്ട് മാജിക് രംഗത്ത് നിന്നിരുന്ന കാലത്ത് പല രാജ്യങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത ഊഷ്മളമായ സ്നേഹബന്ധങ്ങളിലൂടെ മാത്രമാണ് ഇത്രയെങ്കിലും മുന്നോട്ട് പോകാൻ സാധിച്ചത്. പലരും സംഭാവന ചെയ്യുന്ന സഹായങ്ങൾ എന്നിലൂടെ ഈ മക്കൾക്ക് ഉപകാരപ്രദമാവട്ടെ എന്ന് മാത്രമാണ് ആഗ്രഹിച്ചത്. അതിൽ നിന്ന് 1 രൂപ പോലും എനിക്കോ എൻ്റെ കുടുംബത്തിനോ എടുക്കാനാവില്ല. ഇതൊരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. ഇന്ന് ഞാനതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണെങ്കിൽ നാളെ മറ്റൊരാൾ വരും. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോയാലും ഈ പ്രസ്ഥാനങ്ങൾ ഇവിടെ നിലനിൽക്കണം. ചെയ്യാത്ത കാര്യങ്ങളുടെ പേരിൽ ആരോപണങ്ങൾ ഉന്നയിപ്പിക്കപ്പെടുമ്പോൾ ഇനി എന്ത് ചെയ്യണം എന്ന് ഞാൻ സ്വയം ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇവിടെയുള്ള കുട്ടികളെയും അതുപോലെ തന്നെ അവരുടെ കുടുംബത്തെയും ഇപ്പോൾ ഇവർക്ക് കിട്ടുന്ന ഇതേ സൗകര്യങ്ങളോടെ സംരക്ഷിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരികയാണെങ്കിൽ നിറഞ്ഞ സന്തോഷം. പലരുടെയും സാമ്പത്തിക സഹായത്തോടെ ഈ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിൽ കാസർഗോഡ് മടിക്കയിൽ വാങ്ങിയ 20 ഏക്കർ സ്ഥലത്തും പണിയൊന്നും നമ്മൾ തുടങ്ങിയിട്ടില്ല, വെറും ലാൻഡാണിപ്പോൾ. 100 കോടിയെങ്കിലും ചെലവ് പ്രതീക്ഷിക്കുന്ന ആ മാതൃകാ സ്ഥാപനം സഫലമാക്കാൻ ഇനി എത്ര വെയിൽ കൊള്ളണമെന്നും ഉറക്കമിളക്കണമെന്നും ആരുടെയൊക്കെ കാല് പിടിക്കേണ്ടി വരുമെന്നും എനിക്കറിഞ്ഞുകൂടാ. അതും അറിവുള്ള ആരെങ്കിലും ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അതിനും സന്തോഷം. ഇല്ലെങ്കിൽ വെറുതെ അനാവശ്യമായ അപവാദങ്ങൾ ഉന്നയിക്കരുത്. സംശയമുള്ളവർക്ക് ഡിഫറൻറ്റ് ആർട്സ് സെൻ്ററിലേക്ക് വരാം. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണാം, അനുഭവിക്കാം. അല്ലാതെ ഇവിടെ അഡ്മിഷൻ കിട്ടാത്തവരും പലവിധ സഹായങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ കൊടുക്കാത്തതിൻ്റെ പേരിൽ പിണക്കമുള്ളവരും തക്കതായ കാരണങ്ങളുടെ പേരിൽ ഇവിടുത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടവരും ഒക്കെ ഇങ്ങനെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേട്ട് മാത്രം അതിനേക്കാൾ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നവർ ഒന്ന് ഓർക്കുക. നിങ്ങൾ ചവിട്ടിമരിക്കുന്നത് എത്രയോ കുട്ടികളെയാണ്. ഇന്ന് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളെയാണ് നിങ്ങൾ ചവിട്ടിമരിക്കുന്നത്. ഇവിടെ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്ന എത്രയോ കുടുംബങ്ങളെയാണ്. കാലങ്ങളായി കാസർഗോഡിൻ്റെ മണ്ണിൽ എൻഡോസൾഫാൻ്റെ ദുരിതത്തിൽ പെട്ടുഴലുന്ന എത്രയോ മാതാപിതാക്കളുടെ പ്രതീക്ഷകളെയാണ് നിങ്ങൾ തകർത്തെറിയുന്നത്. എനിക്ക് ഇതുപോലെയുള്ളൊരു മകനോ മകളോ ഉള്ളതിൻ്റെ പേരിലല്ല ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വന്നത്. ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തത്തിൻ്റെ പേരിൽ മാത്രമാണ്.
മാജിക് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതുപോലെ ഈ മേഖലയിൽ നിന്നും പിന്മാറിയാൽ നഷ്ടം സംഭവിക്കുക എത്രയോ കുട്ടികൾക്കാണ്. ആണയിട്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഇവിടെ എല്ലാം സുതാര്യമാണ്. അത് നേരിട്ടറിയാൻ എല്ലാവർക്കും സ്വാഗതം. ഗേറ്റ് തുറന്നു വെച്ചിരിക്കുകയാണ്. സ്നേഹം, നന്ദി, താങ്ക് യു സോ മച്ച്. ആർക്ക് വേണമെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ സ്ഥലങ്ങളിലേക്കും കയറി ചെല്ലാം, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് അന്വേഷിക്കാം, എല്ലാ കാര്യത്തിൻ്റെ ഫയലും കാര്യങ്ങളും ചെക്ക് ചെയ്യാം, അവിടെ എന്തെങ്കിലും അലിഗേഷൻസ് ഉണ്ടാകും നേരിട്ട് കണ്ടറിയാം. അതല്ലാതെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ മൂലം അവിടെ നിന്ന് പുറത്തു പോയവരോ അല്ലെങ്കിൽ അവിടെ അഡ്മിഷൻ കിട്ടാത്തവരോ അല്ലെങ്കിൽ യോഗ്യത ഇല്ലാത്തവരോ ഒക്കെ ആയ ആൾക്കാർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഒരിക്കലും ഇതുപോലെ സ്വന്തം ജീവിതത്തിൽ നല്ല നിമിഷങ്ങളൊക്കെ ഇതിനു വേണ്ടി ഉപയോഗിക്കുകയും പിന്നെ ഈ പറയുന്ന ജീവപ്രാണൻ ഒക്കെ ആയി കാണുന്ന മാജിക്കിനെ പോലും ഉപയോഗിച്ചിട്ട് അതിന് പിന്നാലെ ഓടുകയും പിന്നെ ആരൊക്കെ കാല് പിടിക്കണം എന്നറിയാതെ എല്ലാവരും സഹായങ്ങളൊക്കെ ചോദിച്ച് കൈനീട്ടി നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കൈനീട്ടി അദ്ദേഹം ഇതൊക്കെ എത്തിച്ചിട്ട് അവസാനം ഇതിൻ്റെ പേരിൽ പഴി കേൾക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദനയാണ് അദ്ദേഹം ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത്ര മാത്രം പറയുന്നുള്ളൂ. കുറ്റങ്ങൾ പറയാം, കുറവുകൾ പറയാം, പിന്നെ ഇതേ പറയുന്ന പോലെ തന്നെ ചോദ്യങ്ങൾ ഉണ്ടാവണം. അതിന് കൃത്യമായിട്ട് ഉത്തരങ്ങൾ കിട്ടാതിരിക്കില്ല. ചോദ്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഉത്തരങ്ങൾ തേടുകയുള്ളൂ. കുഴപ്പങ്ങൾ ഉണ്ടായാൽ മാത്രമേ അത് തിരുത്താൻ കഴിയുള്ളൂ. ആരോപണങ്ങൾ ഉണ്ടായാൽ മാത്രമേ അതിൻ്റെതായ വ്യക്തത വരുത്താൻ കഴിയുള്ളൂ. എന്തെങ്കിലും വളരെ കുറവുകൾ ചൂണ്ടിക്കാണിക്കാൻ ഒരാളുണ്ടെങ്കിൽ മാത്രമേ കുറവുകളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. പക്ഷേ ഈ കുറവുകളും ഈ പറയുന്ന കുറ്റങ്ങളും ഈ പ്രയാസങ്ങളും ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഒരാളിലേക്ക് സമയമല്ലാതെ അത് കൃത്യമായിട്ട് ഒറ്റയടിക്ക് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് അത് മടുപ്പാവും. പിന്നെ അതുമൂലം അദ്ദേഹം അവിടെ നിർത്തുകയാണ് അല്ലെങ്കിൽ ആരെങ്കിലും അത് ഏറ്റെടുക്കാതെ ആവുകയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ കുറേ സർക്കാർ നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് നല്ല നല്ല പ്രോജക്റ്റുകൾ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് അവസാനം പാതിയിൽ വെച്ച് നിർത്തിക്കണമല്ലോ. അതേപോലെ ആയിപ്പോവും. ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ, ഒരുപാട് പേരുടെ കരിയറൊക്കെ ഇല്ലാതെ ആയിപ്പോവും. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ട്, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ കൃത്യമായി പോവാം, അന്വേഷിക്കാം, കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ വരാം. അതേപോലെ തന്നെ ഈ പറയുന്ന ചിത്ര സിയാറിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. 1.5 മണിക്കൂറൊന്നും ഉണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന വീഡിയോ മൊത്തമായിട്ട് കണ്ടിട്ടില്ല. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ മജിഷ്യനായ ഇതിൻ്റെ വീഡിയോ കാണാനിടയായത്. അപ്പോൾ ഇത് കണ്ടു, ഇദ്ദേഹം പറഞ്ഞു ഓക്കെ ആണെന്ന് എനിക്ക് തോന്നി, ഓക്കെ ഒരു ക്ലാരിറ്റി എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തു. ഓക്കെ, ബൈ.